You are watching TV Next. അക്കാദമിക തലത്തിനപ്പുറത്ത് കാര്യങ്ങളെ വളരെ വസ്തുനിഷ്ഠം പഠിക്കുന്ന ഒരു വേദിയിലാണ് എനിക്ക് സംസാരിക്കാൻ അവസരം ലഭിച്ചിരിക്കുന്നത്. ഇവിടെ കേട്ട എല്ലാ അഭിപ്രായങ്ങളോടും ഞാൻ യോജിക്കുന്നു. നമുക്കറിയാം, നമ്മളിന്ന് ചിന്തിക്കുന്ന ഈ അപ്പർ ക്ലോത്ത് മൂവ്മെന്റ്സ് നമ്മൾ കേട്ടതുപോലെ തന്നെ പല പേരുകളിലും ഇത് പ്രസന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ചാണാലകളാണെന്നും മാറുമറയ്ക്കൽ സമരമാണെന്നും ശീലവഴക്കാണെന്നും കുലമാറാത്ത വഴക്കാണെന്നും വേർശീല കലാപമാണെന്നും നാടാർ ലഹളയാണെന്നും ഒക്കെ പല രീതിയിൽ ഇതിന്റെ തലക്കെട്ട് കൂടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ മൊത്തമായി പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ, ഒരുപക്ഷെ ഇന്ത്യയിലെ ആദ്യത്തെ ഒരു വിമൻസ് മൂവ്മെന്റ് ഈ സമരം എന്ന് പറയുന്നത്. ഈ സമരത്തിന്റെ ഒരു ചരിത്രപരമായ പശ്ചാത്തലം നമ്മുടെ പഴയ തിരുവിതാംകൂറിലെ ബ്രാഹ്മണ സ്ത്രീകൾ, നമ്പൂതിരി ബ്രാഹ്മണ സ്ത്രീകൾ, നായർ സ്ത്രീകൾക്ക് മാത്രമാണ് വേർപെട്ട് ധരിക്കാൻ അവകാശം ഉണ്ടായിരുന്നത്. ഈ നിയമത്തെ ലംഘിച്ചുകൊണ്ട് ആരെങ്കിലും വേർപെട്ട് ധരിച്ചാൽ അവർക്ക് കർശനമായ ശിക്ഷ നൽകുമായിരുന്നു. അതിനുള്ള ഒരു പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ക്ഷേത്ര ദർശനത്തിന് പോയ ആറ്റിങ്ങൽ രാജി വഴിവക്കിൽ മേൽവസ്ത്രം ധരിച്ചു നിൽക്കുന്ന ഒരു കീഴ്ജാതിയിൽപ്പെട്ട സ്ത്രീയുടെ ബ്രസ്റ്റുകൾ അരിഞ്ഞെടുക്കുവാൻ ഉത്തരവിട്ടത്. എന്നാൽ ഇത്തരത്തിലുള്ള പ്രാകൃതമായ മനുസ്മൃതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള നിയമങ്ങളുടെ പശ്ചാത്തലത്തിൽ വളരെ മൃഗീയമായ രീതിയിൽ ഉള്ള ഇത്തരത്തിലുള്ള പെരുമാറ്റത്തിനെതിരെ ആദ്യമായിട്ട് ശക്തമായി മുന്നോട്ട് വന്നത് വിഷ്ണുവാണ്. 1680 ജസ്യൂട്ട് വൈദികർ ആദ്യമായി ഒരു നാടാർ സ്ത്രീയെ റോക്കറിയിച്ചു. സവർണരെ പോലെ വസ്ത്രാന്തം ചെയ്ത് പൊതുജീവിതത്തിൽ പങ്കാളികളാകാമെന്നും സവർണ ഹിന്ദുക്കളുടെ കൽപ്പനകളിൽ നിന്നും സ്വതന്ത്രരാകാൻ സാധിക്കുമെന്നുള്ള പ്രത്യാശ ക്രിസ്തു വിശ്വാസത്തിലേക്ക് നാടൻ സമൂഹത്തെ ആകർഷിക്കേണ്ടത്. ഇങ്ങനെ നെയ്യാറ്റിൻകര, കാട്ടാക്കട, തിരുനെൽവേലി, പാറശാല തുടങ്ങിയ പ്രദേശങ്ങളിൽ ധാരാളം പേർ ഈ വിശ്വാസത്തിലേക്ക് കടന്നു. ഈ പുരുഷന്മാർ സംസാരിച്ച സുവിശേഷം എന്ന് പറയുന്നത് ഈ ലോകത്തിലുള്ള മനുഷ്യന്റെ ജീവിതം, ഇത് കഴിയുമ്പോൾ മരണാനന്തരം ഒരു ദൈവരാജ്യമുണ്ട്. ആ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണം. ആ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ മനുഷ്യന്റെ ഉള്ളിലുള്ള പാപങ്ങൾക്കെല്ലാം മോചനമുണ്ട്. പാപത്തിൽ നിന്ന് മനുഷ്യനെ ലിബറേറ്റ് ചെയ്യുന്ന സുവിശേഷം അറിയിക്കാനാണ് മിഷണറിമാർ വന്നത്. പക്ഷേ ഈ മിഷണറിമാർ ഈ സുവിശേഷം പറഞ്ഞപ്പോൾ അവരുടെ ഉള്ളിലെ മനുഷ്യൻ ശക്തനായി, അവർക്ക് ബോധം വന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ക്രിസ്തുവിന്റെ സുവിശേഷം കേട്ട ആളുകൾ മറ്റൊരിടത്തും പോകാതെ താൻ ആയിരിക്കുന്ന അവസ്ഥകളെല്ലാം വിട്ടിട്ട് ഈ ക്രിസ്തു വിശ്വാസത്തിലേക്ക് വരുന്നു. എന്നാൽ അതേ സമയത്ത് തന്നെ ഈ ലജ്ജാകരമായ രൂപത്തിൽ നിന്ന് മോചനം നേടാൻ വേണ്ടി നിരവധി ആളുകൾ അത് സ്വീകരിക്കുന്നു. 1795 സ്ഥാപിക്കപ്പെട്ട ലണ്ടൻ മിഷണറി സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ പിൽക്കാലത്ത് ദക്ഷിണ തിരുവിതാംകൂറിൽ വ്യാപിച്ചു. മറ്റു രാജ്യങ്ങളിലെ ക്രിസ്ത്യാനി സ്ത്രീകളെ പോലെ തിരുവിതാംകൂറിലെ ക്രിസ്ത്യാനി സ്ത്രീകൾക്കും വസ്ത്രധാരണത്തിനുള്ള അവകാശം നൽകണമെന്ന് വനിതാ മിഷണറിമാർ ബ്രിട്ടീഷ് റെസിഡന്റ് ദിവാനായിരുന്ന കേണൽ ജോൺ മൺറോയോട് അപേക്ഷിച്ചു. എന്തെങ്കിലും PhD എടുത്ത ഒരു സ്റ്റുഡന്റ് ഡോക്ടർ മിനി, ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അണ്ണാമല യൂണിവേഴ്സിറ്റിയിലാണ്. അവർ ഈ വനിതാ മിഷണറിമാരെ കുറിച്ച് പഠിച്ചതാണ്. ഈ മിഷണറിമാര് അന്നത്തെ റെസിഡന്റ് ദിവാനായിരുന്ന മൺറോയോട് ആവശ്യപ്പെട്ടു. അങ്ങനെ 1812 അദ്ദേഹം മറ്റു രാജ്യങ്ങളിലെ ക്രിസ്ത്യാനി സ്ത്രീകളെ പോലെ തന്നെ തിരുവിതാംകൂറിലെ ക്രിസ്ത്യാനി സ്ത്രീകൾക്കും മാർവിടം മറയ്ക്കാനുള്ള അവകാശം നൽകിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചു. എന്നാൽ ഈ ഉത്തരവ് പലയിടത്തും നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് 1814 മെയ് മാസം തിരുവിതാംകൂർ സർക്കാർ മറ്റൊരു ഉത്തരവ് പുറപ്പെടുവിച്ചു. ഇതനുസരിച്ച് ക്രിസ്തു വിശ്വാസത്തിലേക്ക്
വന്ന താണ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് സിറിയൻ ക്രിസ്ത്യൻ സ്ത്രീകളെ പോലെ തന്നെ റൗക്ക ധരിക്കാനുള്ള ജാക്കറ്റ് നൽകിക്കൊണ്ടിരിക്കുന്നത് അനുവാദം ലഭിച്ചു, കുപ്പായം എന്ന് പറയാം. എന്നാൽ സവർണ ഹിന്ദു സ്ത്രീകളെ പോലെ മേൽമുണ്ട് ധരിക്കാനുള്ള അനുവാദം നൽകിയിട്ടില്ലായിരുന്നു. അവിടെയാണ് നമ്മൾ ഈ എന്താ കാണുന്നത്, ഒരു മനുസ്മൃതിയുടെ ഒരു ഇമ്പാക്ട് അവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു കാസ്റ്റ് ഐഡന്റിറ്റി, ജാതി സ്വത്വം വിട്ടുകൊടുക്കത്തില്ല, അതാ പ്രശ്നം. അതേസമയം പരവർ പോലുള്ള താണ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മാർഗം മറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ലായിരുന്നു. മിസ്സിസ് മോൾട്ട് എന്ന വനിതാ മിഷണറി ക്രിസ്ത്യൻ സ്ത്രീകൾക്ക് ഒരു അയഞ്ഞ റൗക്ക നിർമ്മിച്ചു നൽകി. എന്നാൽ നാടർ സ്ത്രീകൾ അത് തൃപ്തരായില്ല. അവർക്ക് റൗക്കയ്ക്ക് മുകളിൽ ഒരു സ്കാർഫ് ഇടുവാൻ അവർ ആഗ്രഹിച്ചു. അവർ സവർണ സ്ത്രീകളെ പോലെ മേൽമുണ്ട് ധരിച്ചിട്ടുണ്ടെങ്കിൽ ഇത് സവർണ ഹിന്ദുക്കളെ പ്രകോപിപ്പിച്ചു. 1822 മെയ് മാസം കൽക്കുള എന്ന സ്ഥലത്ത് വലിയ ഉപദ്രവങ്ങൾ അവർക്ക് നേരിട്ടു. സവർണർ കമ്പോളങ്ങളിലും റോഡരികളിലും കേന്ദ്രീകരിച്ച് നാടക സ്ത്രീകളുടെ റൗക്കയും മേൽമുണ്ടും കീറിപ്പറിച്ചിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ 1829 മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശത്തെ നിഷേധിച്ചുകൊണ്ട് തിരുവിതാംകൂർ രാജി ഉത്തരവ് പുറപ്പെടുവിച്ചു. അന്നത്തെ മിഷണറിയായിരുന്ന റവറൻഡ് ബീഡ്സ് ഇതിനെതിരെ പത്മനാഭപുരത്തുള്ള കോടതിയിൽ പരാതി നൽകി. വസ്ത്രധാരണത്തിന് ചുമത്തിയിരുന്ന പിഴയെ ചോദ്യം ചെയ്തു. കോടതി ഈ വിഷയത്തെ സംബന്ധിച്ച് പുനരന്വേഷണം നടത്തുകയും ക്രിസ്ത്യാനികൾക്ക് അനുകൂലമായ ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു. അന്വേഷണം നടത്തിയത് നാഗർകോവിലിലെയും പത്മനാഭപുരത്തിലെയും ക്രിസ്ത്യൻ ജഡ്ജിമാരായിരുന്നു. അനുകൂലമായ വിധി കിട്ടി. കാരണം ക്രിസ്തുവിശ്വാസം സ്വീകരിച്ച സ്ത്രീകൾ അണിഞ്ഞിരുന്ന മേൽമുണ്ട് അവരുടെ വിശ്വാസ പ്രമാണം അനുശാസിക്കുന്ന രീതിയിലായിരുന്നു. ഇവിടെ ഒരു ഡ്രസ് കോഡുണ്ട്. ഡ്രസ് കോഡ് ബൈബിളിൽ പഴയ ഓൾഡ് ടെസ്റ്റമെന്റിലും ന്യൂ ടെസ്റ്റമെന്റിലും ഒരു സ്ത്രീ എങ്ങനെ വസ്ത്രധാരണം ചെയ്യണം എന്നുണ്ട്. അപ്പൊ ഇതാണ് ഇവിടെ ഉണ്ടായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഡ്രൈവിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. വിശ്വാസ പ്രമാണം അനുശാസിക്കുന്ന രീതിയിലായിരുന്നു. പിഴയും ഒഴിവാക്കി കിട്ടി. തിരുവിതാംകൂർ റാണിയും സവർണ ഹിന്ദുക്കളും ക്രിസ്ത്യൻ സ്ത്രീകൾ മേൽമുണ്ട് ധരിക്കുന്നതിൽ സന്തുഷ്ടരായിരുന്നു. അവിടെ ആ ഒരു സ്ത്രീ ആയിരുന്നിട്ട് കൂടെ അവർക്ക് സന്തോഷം ഉണ്ടായിട്ടില്ല. ക്രിസ്ത്യൻ സ്ത്രീകൾ ക്രിസ്തീയമായ രീതിയിൽ വസ്ത്രധാരണം ചെയ്യുന്ന തീരുമാനത്തിൽ തന്നെ ഉറച്ചിരുന്നു. ഇവിടെ ഒരു ബാറ്റിലാണ്. ഒന്ന് ക്രിസ്ത്യൻ കവനന്റും മറ്റൊന്ന് ഇവിടെ നിലനിൽക്കുന്ന മനുസ്മൃതിയുമാണ്. തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് കാണാൻ സാധിക്കുന്നത്. 1828 മധ്യം മുതൽ 1830 വരെ ഏറ്റുമുട്ടലിന്റെ ഒരു ഫേസായി, അടുത്ത ഫേസായി കാണാൻ കഴിയും. റവന്യൂ ഇൻസ്പെക്ടർ ആയിരുന്ന ഈശ്വരപിള്ളയുടെ നേതൃത്വത്തിൽ നാടക സ്ത്രീകളുടെ റൗക്കയും മേൽമുണ്ടും വലിച്ചിരുന്നു. 1828 ഒക്ടോബർ മാസം നാഗർകോവിൽ ഭാഗത്തെ ക്രിസ്ത്യാനികൾ റെസിഡന്റിന് പരാതി നൽകി. റെസിഡന്റ് എന്ന് പറഞ്ഞാൽ ആരാണ് മനസ്സിലാക്കുക? റെസിഡന്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഏജന്റാണ്. തിരുവിതാംകൂർ എന്ന് പറയുന്ന സംസ്ഥാനം സൈനിക സഹായ വകുപ്പിൽ ചേർന്നപ്പോഴേക്കും അതിലൊരു പ്രധാനപ്പെട്ട വ്യവസ്ഥയാണ് ഒരു റെസിഡന്റിനെ സ്റ്റേഷൻ ചെയ്യണമെന്നുള്ളതാണ്. അതിൽ റെസിഡന്റ് ആയിരുന്ന കേണൽ ജോൺ മൺറോ അവസാനം ദിവാനായിട്ട് മാറുന്നു. പരാതി സവർണർ ആരാധനാലയങ്ങളും പള്ളിക്കുടങ്ങളും തീവച്ച് നശിപ്പിച്ചു. ഭയപ്പെട്ട് ചിലർ ദക്ഷിണ തിരുവിതാംകൂറിൽ നിന്നും പലായനം ചെയ്തു. ക്രിസ്ത്യാനികളുടെ ശത്രുക്കളെയും കൂട്ടിയാണ് ആക്രമണം നടത്തിയത്. നാഞ്ചിനാട്ടിലെ ഇടവക്കാർ ഈ വിദ്വേഷ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഒരു സ്ത്രീയെ നഗ്നയായി നടത്തി. നാടാർ സ്ത്രീ നഗ്നയെ നടത്തി. 1829 ജനുവരി 3 റവറൻസ് മീഡിനെ കൊല്ലുവാൻ ഗൂഢാലോചന നടത്തിയിരുന്നു. അദ്ദേഹത്തെ രക്ഷിക്കാൻ ക്യാപ്റ്റൻ സിബാലിന്റെ നേതൃത്വത്തിൽ ഒരു സേനാ വ്യൂഹത്തെ പോലും അയക്കേണ്ട സാഹചര്യം. കാരണം ഈ മീഡ് വളരെ സപ്പോർട്ട് ചെയ്യാത്ത സംഭവം. റവറന്റ് മീഡ് വിശദമായി കാര്യങ്ങളെ റെസിഡന്റ് കേണൽ മോറിസിനെ അറിയിച്ചു. റെസിഡന്റും ക്യാപ്റ്റൻ സിബാൾട്ടും മീഡിനോട് നാഗർകോവിലോ തിരുവനന്തപുരത്തോ മാറി താമസിക്കാൻ ഉപദേശിച്ചു. മരിച്ചാലും മാറില്ലെന്ന് മീഡ് പറഞ്ഞു. കാരണം ഇവര് വിശ്വസിക്കുന്ന ബൈബിളിലെ വചനമാണ്, ഞാൻ മരിച്ചാലും ക്രിസ്തുവിന് വേണ്ടി, ജീവിച്ചാലും ക്രിസ്തുവിന് വേണ്ടി. അവർക്ക് മരിച്ചാൽ സ്വർഗത്തിൽ പോകാൻ പറ്റുമെന്നുള്ള ഒരു വലിയൊരു പ്രത്യാശയിലാണ് അവർ സുവിശേഷം പറയുന്നത്. അവരുടെ മാറാൻ അവർ തയ്യാറായില്ല. ക്യാപ്റ്റൻ സിബോൾഡിന്റെ നേതൃത്വത്തിൽ
നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുകയും വെടിമരുന്നുകളെ കണ്ടെത്തുകയും ചെയ്തു. വെടിമരുന്നുകൾ ഉപയോഗിച്ചതായി നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട് അവരെ കൊല്ലാനായിട്ട്. എന്നാൽ ക്രിസ്ത്യാനികൾക്കും സ്ത്രീകൾക്കുമെതിരെയുള്ള ആക്രമണം തുടർന്നുകൊണ്ടേയിരുന്നു. 1829 ഫെബ്രുവരി 3 തിരുവിതാംകൂർ ഗവൺമെന്റ് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. അതനുസരിച്ച് കൽക്കുളം, ഇരണിയൽ, വിളവങ്കോട് തുടങ്ങിയ പ്രദേശങ്ങളിലെ കലാപങ്ങൾക്ക് കാരണം നാടാർ സ്ത്രീകൾ ആചാരങ്ങൾ വിരുദ്ധമായി മേൽമുണ്ട് ധരിക്കുന്നതും സർക്കാരിന്റെ ഊഴിയം ചെയ്യാത്തതുമാണെന്ന് പ്രഖ്യാപിച്ചു. ഇതിന്റെ എല്ലാത്തിനും കാരണം ഈ മേൽമുണ്ട് ധരിക്കുന്നതും ഊഴിയം അനുസരിക്കാത്തതുമാണ്. എല്ലാ ഉത്തരവാദിത്വവും പാവപ്പെട്ട നാടാർ സ്ത്രീകളുടെ മേൽ അടിച്ചേൽപ്പിച്ചു. ആയതിനാൽ നാടാർ സ്ത്രീകൾ ശരീരത്തിന്റെ മുകൾ ഭാഗം മറയ്ക്കുവാൻ, അതായത് മേൽമുണ്ട് ഉപയോഗിക്കാൻ പാടില്ലെന്ന് ഉത്തരവിട്ടു. എന്നാൽ ഈ വിമോചന ഉത്തരവുകൾ അവഗണിച്ചുകൊണ്ട് നാടാർ ക്രിസ്ത്യൻ വനിതകൾ മേൽമുണ്ട് ധരിച്ചു നടന്നു. മാത്രമല്ല നാടാർ ഹിന്ദു സ്ത്രീകളും അവരെ അനുകരിച്ചു തുടങ്ങി. അപ്പോൾ നാടാർ ഹിന്ദു സ്ത്രീകൾ ഈ മേൽമുണ്ട് ധരിക്കാൻ തുടങ്ങുന്നത് ക്രിസ്ത്യൻ വനിതകൾ അവർ ധരിച്ച് തുടങ്ങിയതിനു ശേഷമാണ്. ഇവിടെ ഉദ്ദേശിക്കുന്ന തിരുവിതാംകൂറിലാണ്. ഇത് സവർണരെ വീണ്ടും പ്രകോപിപ്പിച്ചു. നാടാർ സ്ത്രീകൾ നിറമുള്ള സ്റ്റൈൽ വസ്ത്രങ്ങൾ അണിയുന്നതും സവർണ സ്ത്രീകൾ സൂചിച്ചില്ല. അപ്പോൾ അവരെങ്ങോട്ട് പിന്നെ ഒരു സാധാരണ ഡ്രസ് ഫോർ അതേഴ്സ് ആൻഡ് ലീവ് ഫോർ വൺസെൽഫ് എന്ന് പറയുന്ന പോലെ അവർ സാധാരണ മറ്റുള്ളവരെ പറ്റി വളരെയധികം സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള വസ്ത്രങ്ങൾ അവർ അണിഞ്ഞു തുടങ്ങി. അതും ഒട്ടും സൂക്ഷിച്ചു. 1800 എല്ലാ ജാതികളിലും പെട്ട സ്ത്രീകൾക്ക് അവരുടെ സൗകര്യാർത്ഥം ഇഷ്ടപ്പെട്ട രീതിയിൽ വസ്ത്രധാരണം അനുവദിക്കണമെന്ന് റവറന്റ് ബെയിലിസ് ഗവൺമെന്റിനോട് കത്തെഴുതി. ഒരു നല്ല വിഭാഗം സ്ത്രീകളെ അർത്ഥനഗ്നരാക്കി നടക്കുവാൻ കാരണമായിട്ടുള്ള പ്രാകൃത നിയമം പ്രബുദ്ധ സർക്കാർ എന്ന് പറയപ്പെടുന്ന ഒരു ഗവൺമെന്റിന് അനുയോജ്യമല്ലെന്നും ആ കത്തിൽ സൂചിപ്പിച്ചിരുന്നു. ഹിന്ദു നാടാർ സ്ത്രീകളെ പോലെ വസ്ത്രധാരണം ചെയ്യുവാൻ തങ്ങൾക്കും മാറുടം മറയ്ക്കുവാൻ അവകാശം ലഭിക്കുവാൻ റെസിഡന്റ് കല്ലന് ഹർജി നൽകി. ഇത് വലിയൊരു മൂവ്മെന്റ് ആയിട്ട് മാറി അവസാനം. സതി ഹിന്ദു സ്ത്രീകളും അവരും കല്ലന് കത്തെഴുതി. എന്നാൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇതൊരു പ്രാദേശിക ജാതിയുടെ ആചാരവുമായി ബന്ധപ്പെട്ട വിഷയമായതിനാൽ ഇടപെടുവാൻ താല്പര്യം കാണിച്ചില്ല. എന്നാൽ മുസ്ലിംമാർ ഇടപെടലിന് അനുകൂലമായിരുന്നു. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇടപെട്ടാലേ താഴ്ന്നജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് മാറുമറയ്ക്കുവാൻ അവകാശം ലഭിക്കുകയുള്ളൂ എന്ന നിലപാടാണ് മുസ്ലിയായ വെയിൽസിന് ഉണ്ടായിരുന്നത്. തിരുവിതാംകൂർ ഗവൺമെന്റുമായുള്ള ബ്രിട്ടീഷ് രാഷ്ട്രീയ ബന്ധങ്ങളെ മുസ്ലിംമാരുടെ നിലപാട് ഇല്ലാതാക്കുമോ എന്ന് കല്ലൻ സംശയിച്ചു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ക്രിസ്തുമതം പ്രചരിപ്പിച്ചത് സാമ്രാജ്യത്വത്തിന് വേണ്ടിയാണെന്നുള്ളൊരു ആർഗ്യുമെന്റ്. ഞാൻ അവസാനം പറയാം. പക്ഷെ സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ ആഫ്രിക്ക പോലുള്ള രാജ്യം നോക്കി കഴിഞ്ഞാൽ ആഫ്രിക്കയിൽ ഈ കോളനൈസേഴ്സ് ഉണ്ടായിരുന്നു. കൊളോണിയൽ ആധിപത്യത്തിന്റെ താല്പര്യമുള്ളവർക്ക് ഉണ്ടായിരുന്നു. അവർക്ക് അവിടെ കോളനീസ്യം. പക്ഷെ വളരെയധികം വളരെയധികം സങ്കീർണമായ സ്ഥലങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ അവർക്ക് പേടിയാണ്. അതുകൊണ്ട് ആദ്യം ഇവരെന്തെന്ന് പറഞ്ഞാൽ മിഷണറിമാരെ പറഞ്ഞേക്കുക. അവർ മരിക്കാൻ അവരുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ സുവിശേഷം പറയുക. അപ്പോൾ സുവിശേഷം പറയുന്നവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ക്രിസ്തുവിന്റെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. അവരുടെ ഭാഷയിൽ ഞാൻ കോട്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവരാജ്യത്തിന്റെ അവകാശമാക്കി മാറ്റുന്ന അവരുടെ ലക്ഷ്യം എന്താണ്? അവർ മരിക്കാൻ തയ്യാറാണ്. എന്നാൽ ഇവരെ ഉപയോഗിക്കാനാണ് സാമ്രാജ്യവാദികൾ ഉപയോഗിക്കുന്നത്. പക്ഷെ ഇവിടെ വെച്ച് കാരണം ഇവരെ ഉപയോഗിക്കാൻ നോക്കിയപ്പോഴേക്കും ഇത് വേറെ ലെവലിലേക്ക് കാര്യങ്ങൾ പോയപ്പോഴേക്കും ഇത് ബ്രിട്ടീഷുകാരുമായുള്ള ബന്ധത്തെ ഉലയ്ക്കുമോ എന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഭയപ്പെട്ടതായിട്ട് കാണുന്നു. എന്നാൽ മിഷണറിമാർ തിരുനെൽവേലിയിൽ നിന്നും വന്ന ഹിന്ദു നാടാർ സ്ത്രീകൾ അവിടുത്തെ ആചാരം തുടരുന്നതാണെന്ന് പറഞ്ഞ് കല്ലന്റെ ആരോപണത്തെ നിഷേധിച്ചു. ഞങ്ങൾ ഇടയ്ക്കിടുന്നതല്ല. ഒരു തിരുനെൽവേലിയിൽ വരുന്ന നാടാന്മാരുണ്ട്, നാടാർ സ്ത്രീകളുണ്ട്. അവര് അവിടെ നിന്ന് നല്ല രീതിയിൽ ഡ്രസ് ചെയ്യുന്നവരാണ്. അവരവരുടെ പഴയ ആചാരം വിടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് ന്യായീകരിച്ചു. ക്രിസ്ത്യൻ സ്ത്രീകൾ ബ്രാഹ്മണ വെള്ളാള സ്ത്രീകളെ പോലെ നിറമുള്ള വസ്ത്രങ്ങളും അണിയുന്നുവെന്ന് ഡെപ്യൂട്ടി ദിവാൻ പേഷ്കാരായിരുന്ന ശങ്കുണ്ണി മേനോൻ ദിവാൻ മാധവറാവുവിന് പരാതി നൽകി. 1858 ജൂൺ ആയപ്പോഴേക്കും ക്രിസ്ത്യാനികളോടുള്ള സവർണ ഹിന്ദുക്കളുടെ രോഷം വർദ്ധിച്ചു. വഴിയരികിലും കമ്പോളങ്ങളിലും വഴക്കുകളും ഉപദ്രവങ്ങളും പൊട്ടിത്തുറന്നു. നെയ്യാറ്റിൻകരയിൽ ഒരു സ്ത്രീയുടെ റൗക്ക വലിച്ചു കയറി. മറ്റൊരു സ്ത്രീ പൂവാറിലെ ഉപ്പ് സ്റ്റോറിലെ സൂപ്രണ്ടായിരുന്ന കുമാരപിള്ളയുടെ പ്രേരണയിൽ സവർണ ഹിന്ദുക്കൾ ആക്രമിച്ചു.
1857 വിക്ടോറിയ രാജ്ഞിയുടെ വിടവ് അത് വളരെ പ്രധാനപ്പെട്ടാണ്. അത് മതവിശ്വാസങ്ങളിലോ പ്രാദേശിക കാര്യങ്ങളോ നാട്ടുരാജ്യങ്ങളെ ഇനി കൂട്ടിച്ചേർക്കുന്ന പ്രശ്നമില്ല. നോ മോർ അനക്സേഷൻ, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എക്സെട്ര ഒക്കെ പറഞ്ഞതാണ്. ഇത് സവർണ വിപുല നിലപാടുകൾക്ക് ശക്തി പകർന്നു. ജെയിംസ് റസൽ എന്ന മിഷണറി കല്ലനെഴുതിയ കത്തിൻ പ്രകാരം കമ്പോളങ്ങൾ പോലും സവർണർക്ക് ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തി. ഒരു ബ്ലോക്കേഡ്, ഇക്കണോമിക് ബ്ലോക്കേജ്. എന്നാൽ നാടാർ സ്ത്രീകൾ ഭീഷണിയും ആക്രമണവും അവഗണിച്ചുകൊണ്ട് മേൽമുണ്ട് ധരിച്ചു വന്നു. ഒരു സ്ഥലത്ത് നമ്മൾ നാടാർ സഹോദരിമാർ അവരെ ഇതൊന്നും പേടിച്ച് മിണ്ടാതിരുന്നിട്ടില്ല. അവർ സംഘർഷം സങ്കീർണമായപ്പോൾ ദിവാൻ മാധവറാവു ദക്ഷിണ ജില്ലകൾ സന്ദർശിച്ചു. പത്മനാഭപുരത്ത് നാടോർ സമുദായത്തിൽപ്പെട്ടവർ അദ്ദേഹത്തിന് പരാതി നൽകുവാൻ പോയപ്പോൾ അവരെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അടിച്ചു. പരാതിയിൽ അറിയിച്ചത് തങ്ങളെ മാന്യമായ രീതിയിൽ വസ്ത്രധാരണം ചെയ്യാൻ അനുവദിക്കണം, ഇല്ല എങ്കിൽ ഞങ്ങൾ ഇസ്ലാം മതം സ്വീകരിക്കുകയോ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുള്ള തിരുനെല്ലിയിലേക്ക് പോകുമോ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അങ്ങനെ ഞങ്ങളെ കുലിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യുമോ എന്ന് ദിവാൻ മറുപടി നൽകി. മേൽമുണ്ട് പ്രശ്നം ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുമെന്ന് ദിവാൻ മനസ്സിലാക്കി. 1858 ഡിസംബർ 27 ദിവാൻ നാടോർ സ്ത്രീകൾ മേൽമുണ്ട് ധരിക്കുവാൻ പാടില്ലെന്ന് ആഹ്വാനം ചെയ്യുന്ന ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. നിയമം ലംഘിക്കുന്നവരെ സർക്കാരിനെ അറിയിക്കുവാനും പ്രഖ്യാപനത്തിൽ പ്രസിദ്ധീകരിച്ചു. ഈ ഉത്തരവ് റദ്ദ് ചെയ്യുവാൻ കൃഷ്ണമാർ മഹാരാജാവിന് അപേക്ഷ നൽകി. കളിയിക്കാവിടയിലും പാറശാലയിലും സവർണ ഹിന്ദുക്കളും നാടൻ സമുദായങ്ങളും തമ്മിൽ ശക്തമായ ഏറ്റുമുട്ടൽ നടന്നു. പാറശാലയിലെ 3 പള്ളികളും പ്രാർത്ഥനാപുരകളും തീവച്ച് നശിപ്പിച്ചു. പാറശാലയിൽ 22 ദിവസം സംഘർഷം തുടർന്നു. നെയ്യൂരിൽ ഒരു പോലീസ് സർജന്റിന്റെ ഒത്താശയോടെ സവർണ ഹിന്ദുക്കൾ നാടാന്മാരുടെ വീടുകൾ കൊള്ളയടിച്ചു. പണം, ആഭരണങ്ങൾ എന്നിവ തട്ടിയെടുത്ത് നിരവധി പേരെ ജയിലിലടക്കുകയും ചെയ്തു. അവിടെ 3 പള്ളികളും തകർന്നു. 1859 ജനുവരി 4 വൈദ്യലിംഗം പിള്ള, നീലം പിള്ള, തെങ്ങറ പിള്ള, മാധവൻ പിള്ള, ചിനി പിള്ള എന്നിവർ ക്രിസ്ത്യാനികൾ ആക്രമിച്ചു. സ്ത്രീകളുടെ ജാക്കറ്റുകൾ വലിച്ചുകീറി അവരെ ക്രൂരമായി മർദ്ദിച്ചു. നാഗരൂരിലെ പള്ളികളും പൊട്ടിച്ചു. ചിന്നനാടാർ എന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ 350 പേർ കോട്ടാറിലെ മാണിക്യവാസകൻ, സുബ്രഹ്മണ്യൻ എന്നിവരുടെ കടകൾ ആക്രമിച്ചു. അവർക്ക് തിരിച്ചറിയണം, ലോകത്തിലാകുമ്പോഴേക്കും തിരിച്ചറിയണം. കലാപം അടിച്ചമർത്താൻ നായർ ബ്രിഗേഡിനെയും പോലീസിനെയും നിയോഗിച്ചു. അതോടെ നാടാർ എന്ന ശക്തി സംഭരിച്ച് സവർണരെ തിരിച്ചടിക്കാൻ തുടങ്ങി. 1859 ജനുവരി 7 500 സവർണ ഹിന്ദുക്കൾ തിരുവനന്തപുരത്ത് ക്രിസ്ത്യാനികളെ ആക്രമിക്കുകയും നാടാർ സ്ത്രീകളെ നഗ്നരായി വലിച്ചെടുക്കുകയും ചെയ്തു. ഭാഗ്യനാഥൻ എന്ന സുവിശേഷ പ്രവർത്തകന്റെ മൂക്കയിൽ ഇടിച്ചു രക്തസ്രാവം ഉണ്ടായി. ആലുവാമൊഴിയിലും ചെമ്പൻപിളയിലും ഇത്തരം സംഭവങ്ങളുണ്ടായി. 1859 ജനുവരി 10 ആയപ്പോൾ കലാപം ദക്ഷിണ തിരുവിതാംകൂറിലെ മിക്കവാറും എല്ലായിടത്തും വ്യാപിച്ചു. നെയ്യൂർ കമ്പോളത്തിൽ നിരവധി നാടാർ സമുദായ അംഗങ്ങളെ പോലീസ് കെട്ടിയിട്ടു. മയിലാടിയിലും സ്ത്രീകളെ അപമാനിച്ചു. 1859 ജനുവരി 11 ആറാലുമൂടി ചന്തയിൽ പോയ 2 സ്ത്രീകളുടെ റൗക്ക വലിച്ചു കീറിയെടുത്ത് തൊട്ടടുത്തുള്ള മരത്തിൽ തൂക്കിയിട്ടു. ആ ആഴ്ചയിൽ തന്നെ റവറന്റ് ജോൺ ഫോക്സിന്റെ ഭാര്യയെ ഒരു മുഹമ്മദൻ അപമാനിക്കുകയും റൗക്കയെ ഊരി മരത്തിൽ തൂക്കിയിടുകയും ചെയ്തു. മുഹമ്മദന്മാരുടെ മുസ്ലിംസ് ചേരുകയും ചെയ്തു. ജനുവരി 15-19 തീയതികളിൽ അരുമാനൂർ, പുത്തൻകട, തിരുപുറം എന്നിവിടങ്ങളിൽ പള്ളികൾ നശിപ്പിച്ചു. അഗസ്തീശ്വരത്തിലെ നാടക സമുദായങ്ങൾ ധനസമാഹരണം നടത്തി. കൂടുതൽ ആളുകളെ നിരത്തി തിരിച്ചടിക്കാൻ വേണ്ട ക്രമീകരണം ചെയ്തു. തിരുനെൽവേലിയിലെ നാടാന്മാരും കൂടെ എത്തി. എന്നാൽ ഇതറിഞ്ഞ സവർണർ തൽക്കാലം ശാന്തരായി. അടിക്കുന്നു പറയുമ്പോഴേക്കും അവർ ശാന്തരായി. വീണ്ടും ആക്രമണം തുടർന്നു. ഈ വിഷയം ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ പ്രസിഡന്റ് കല്ലനെ 1814-ലെയും 19-ലെയും പ്രഖ്യാപനങ്ങൾ പ്രബുദ്ധമായ ഒരു രാജാവിനോ നിരോധന പ്രഖ്യാപനങ്ങൾ പ്രബുദ്ധനായ ഒരു രാജാവിനോ വർത്തമാനകാലത്തിനോ യോഗ്യമല്ല എന്ന് എഴുതി അറിയിച്ചു. വിഷ്ണുമാർ തിരുവിതാംകൂർ ഗവൺമെന്റിൽ നിന്നും പ്രതികരണം ഉണ്ടാകാത്തതുകൊണ്ട് വീണ്ടും മദ്രാസ് ഗവൺമെന്റിന് അറിയിച്ചു. ഒരു ഭരണത്തിൻ്റെ ഒരു സ്ട്രക്ചറുണ്ട്. നമ്മുടെ ഈ തിരുവിതാംകൂർ സൈനിക സ്ഥാപനത്തിൽ പെട്ടപ്പോഴേക്കും
ഇവിടെ തിരുവിതാംകൂർ ഗവൺമെന്റിനെയും ബ്രിട്ടീഷ് ഗവൺമെന്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഏജന്റാണ് റെസിഡന്റ് പറയുന്നത്. റെസിഡന്റിന്റെ മുകളിലുള്ളത് ഗവർണറാണ്. ഗവർണർ ജനറൽ. അദ്ദേഹത്തിന്റെ മുകളിലുള്ള പിന്നെ സെക്രട്ടറി സ്റ്റേറ്റ് ഫോർ ഇന്ത്യ. അദ്ദേഹത്തിന്റെ ഓഫീസ് എന്ന് പറയുന്നത് ക്യാബിനറ്റ് റാങ്കാണ്. ബ്രിട്ടനിലെ ഒരു ക്യാബിനറ്റ് റാങ്കിന്റെ പൊസിഷനിലാണ് സെക്രട്ടറി സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മദ്രാസ് ഗവൺമെന്റിനെ പോലും അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട റെസിഡന്റിന്റെ മറുപടി തൃപ്തികരമല്ലാത്തതുകൊണ്ട് സെക്രട്ടറി സ്റ്റേറ്റ് ഫോർ ഇന്ത്യയായ ലോർഡ് സ്റ്റാൻലി മദ്രാസ് ഗവർണറായിരുന്ന ചാൾസ് ട്രവലിന് നേരിട്ട് ഇതിനെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടു. ചാൾസ് ഇതൊരു മതവുമായി ബന്ധപ്പെട്ട സങ്കീർണ പ്രശ്നമാണെന്ന് മറുപടി നൽകി. ദക്ഷിണ തിരുവിതാംകൂറിലെ കഷ്ടപ്പെടുന്ന നിസ്സഹായരായ ക്രിസ്ത്യാനി സ്ത്രീകളുടെ പ്രശ്നത്തിൽ ഇടപെടേണ്ടത് ന്യായമായ കാര്യമാണെന്ന് അറിയിച്ചു. പരിഷ്കൃത ലോകം ഇതിനെ ഒരു ലജ്ജാകരമായ കാര്യമായി കാണുന്നുവെന്നും സ്ത്രീകളുടെ സംരക്ഷണത്തിനായി ഈ കാര്യം ബ്രിട്ടീഷ് രാജ്യം അറിയിച്ചില്ല എങ്കിൽ സ്വന്തം വർഗത്തിൽപ്പെട്ടവരോട് കാണിക്കുന്ന ഒരു അപമാനമായിരിക്കും, അവർക്ക് വിഷമമുണ്ടാകുമെന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടായി. അങ്ങനെയാണ് എഴുതുന്നത്. 1814 മെയ് മാസം 1822 ഫെബ്രുവരി മാസം ഈ മാസം പുറപ്പെടുവിച്ച പ്രഖ്യാപനങ്ങൾ വർത്തമാനകാലത്തിനും പ്രബുദ്ധനായ രാജാവിനും അനുയോജ്യമല്ലെന്ന് രാജാവിനെ അറിയിക്കാൻ മദ്രാസിലെ ഗവർണർ പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. എപ്പോഴെന്ന് ഞങ്ങൾ പത്മനാഭസ്വാമി ദാസനാണ് പ്രബുദ്ധമായ ഗവൺമെന്റ് എന്നാണ് അവരുടെ റിപ്പോർട്ടിലെല്ലാം പറയുന്നത്. പ്രസിഡന്റ് വിവരം ദിവാനെ അറിയിക്കുകയും ദിവാൻ മേൽവസ്ത്ര നിരോധന ഉത്തരവുകളെ റദ്ദാക്കാൻ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. ദിവാൻ വിഷയം രാജാവുമായി ചർച്ച ചെയ്തു. രാജാവ് നിലവിലെ നിരോധനം ഭേദഗതി ചെയ്യേണ്ടത് ആവശ്യമെന്ന നിലപാട് സ്വീകരിച്ചു. നിരവധി ചർച്ചകൾക്കും തിരുത്തലുകൾക്ക് ശേഷം 1859 ജൂലൈ 26-ാം തീയതി തിരുവിതാംകൂർ മഹാരാജാവ് തിരുവിതാംകൂറിലെ നാടാർ വിഭാഗത്തിൽപ്പെട്ട ക്രിസ്ത്യൻ സ്ത്രീകൾക്ക് കറക്റ്റ് ട്രാൻസ്ലേഷൻ ആണ്. ഷാണാ സ്ത്രീകൾക്ക് ക്രിസ്തീയ ഷാണാ സ്ത്രീകളെ പോലെ ചട്ട ധരിക്കുകയോ മറ്റെല്ലാ മതവിശ്വാസങ്ങളിലുള്ള നാടാർ സ്ത്രീകൾ ധരിക്കുന്നത് പോലെ കോറത്തുണി തട്ടിശീല എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവർക്ക് തങ്ങളുടെ മാർഗങ്ങൾ ഏത് വിധത്തിലാണോ മറയ്ക്കാൻ താല്പര്യമുള്ളത് പക്ഷേ മേൽജാതി സ്ത്രീകളെ പോലെ അല്ലാതെ ചെയ്തു കൊള്ളേണ്ടതാകുന്നതാണ്. അപ്പോ ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വിജയത്തിന്റെ ഒരു 75% സ്റ്റേജ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിനെതിരെ വീണ്ടും വിഷമം ഇടപെടുകയും നാടാർ സമുദായങ്ങൾ ഫൈറ്റ് ചെയ്തപ്പോഴേക്കും മറ്റ് സ്ത്രീകളെ പോലെ വസ്ത്രമണിയാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചു. 6 വർഷങ്ങൾക്ക് ശേഷമാണ് ഋഷിമാരുടെ ഇടപെടലിലൂടെയും ഒക്കെ ചേർന്നുകൊണ്ട് ഈഴവ ജാതിയിൽപ്പെട്ടവർക്കും മറ്റ് വിഭാഗത്തിൽപ്പെട്ടവർക്കും വേൽമുണ്ട് ധരിക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്നു. അപ്പൊ ഇതില് ചില ഡിബേറ്റുകളുണ്ട്. ഒന്ന്, ഞാനൊരു ചരിത്ര ചരിത്രകാരനാണ്. അയ്യാവയുടെ സ്വാമികളാണ് ആദ്യമായിട്ട് ഇതിനെ പോരാടിയെന്ന് പറയുന്ന നിലപാട് ശരിയല്ല. അത് മിശ്രമാണ്. 1809 എൻ്റെ അറിവ് ശരിയെങ്കിൽ അയ്യപ്പ സ്വാമി ജനിക്കുന്നത്, തൂത്തുക്കുടി ജനിക്കുന്നത്. 1812 തന്നെ നിരോധനം വന്നു കഴിഞ്ഞു. പ്രസിഡന്റ് ഈ that is മിഷണറി വിമൻ മിഷണറീസിന്റെ ഇന്റർവെൻഷൻ കൊണ്ടാണ് ഇത് വരുന്നത്. പക്ഷെ ഈ സമരത്തിന്റെ ക്ലൈമാക്സ് ആകുമ്പോഴേക്കും അയ്യാവയുടെ സ്വാമികളും അദ്ദേഹത്തിന്റെ അനുയായികളൊക്കെ എല്ലാം ശക്തമായി സംസാരിച്ചു. ഒറ്റ കെട്ടായിട്ട് തന്നെയാണ് ഫൈറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ വിജയത്തിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ആ സഹോദരങ്ങൾക്ക് നമുക്ക് ഒരു വില കൊടുക്കേണ്ടിയിരിക്കുന്ന കാര്യം സത്യമാണ്. ഈ ഇത്തരത്തിലുള്ള സിവിൽ റൈറ്റ്സ് മൂവ്മെന്റിനെ കുറിച്ചുള്ള ഒരുപാട് സിദ്ധാന്തങ്ങളുണ്ട്. പ്രധാനപ്പെട്ട 3 തിയറീസ്. ഒന്ന് ഡെപ്രവേഷൻ തിയറി, 2 മാസ് സൊസൈറ്റി തിയറി, 3 സ്ട്രക്ചേർഡ് സ്ട്രെയിൻ തിയറിയാണ്. അപ്പൊ ഇതില് ഈ
ഡെപ്രൈവേഷൻ തിയറി വെച്ച് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ തിയറി പറയുന്നത് പണം, തുല്യത എന്നതുപോലുള്ള വിഭവങ്ങളോ അവസരങ്ങളോ അപഹരിക്കപ്പെടുമ്പോൾ ഈ ജനത സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ അണിനിരന്നുകൊണ്ട് ഫൈറ്റ് ചെയ്ത് അവകാശം നേടിയെടുക്കുന്നു. അപ്പോൾ ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഈ സാധാരണ ചരിത്ര സംഭവം നമുക്കൊരു സിംഗിൾ കോസ് കൊണ്ട് നമുക്കിതിനെ വിലയിരുത്താൻ പറ്റത്തില്ല. മൾട്ടിപ്പിൾ കോസസ് ആണ്. ഒറ്റ കോസ് ഉണ്ടല്ലോ നമ്മൾ ഈ സാധാരണ പറയുന്നില്ല. അതായത് അണ്ടർലൈൻ കോസ്, ഫണ്ടമെന്റൽ കോസ്, ഇമ്മീഡിയറ്റ് കോസ്, ചിലപ്പോൾ ആക്സിഡന്റൽ കോസസ് ഉണ്ടാകും. ആക്സിഡന്റൽ കോസിനെ ഉദാഹരണം പറയുന്നത് കഴിഞ്ഞാൽ ക്ലിയോപേട്രയുടെ മൂക്കാണ്. ക്ലിയോപേട്രയുടെ നാസിക്ക് സൗന്ദര്യം കൂടിയതുകൊണ്ട് റോമിലെ ഭരണകർത്താക്കളായ സീസറും മാർക്ക് ആന്റണിയും ഒക്കെ എല്ലാം അവരാണ് ആകർഷിക്കപ്പെടുകയും അതാണ് റോമാ സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് കാരണം പറയുന്നതാണ് ഈ ക്യാപിറ്റ് എന്നാണ് അതായത് പറയുന്നത് പറഞ്ഞാൽ അതായത് ക്യാരക്ടേഴ്സ് നോസ് തിയറി എന്നുള്ളത്. ക്യാരക്ടേഴ്സ് നോസ് തിയറി അതാണ് അണ്ടർലൈൻ കോസ് എന്നുള്ളത്. ഇതിലിപ്പോൾ ആധികാരികമായി GH പുസ്തകം പ്രസ്താവിക്കുന്നുണ്ട്, പറയാൻ സമയമില്ലെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതില് വാസ്തവത്തിൽ ഒന്ന് ഈ തിരുനെൽവേലിയിൽ നിന്ന് നാടാർ സമുദായങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളുടെ അവരുടെ സ്വതന്ത്ര വസ്ത്രങ്ങളുടെ സ്വാതന്ത്ര്യം അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ്. രണ്ടാമത് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ മിഷണറിമാർ നടത്തിയ പ്രവർത്തനം അവരെ ആത്മീയമായി ഉണർത്തി. അവര് ഒരു ഡ്രസ് കോഡ് അവർക്ക് പറഞ്ഞു കൊടുത്തു ചെയ്യേണ്ടതുള്ള കാര്യം. മാത്രമല്ല ലേസ് ഇൻഡസ്ട്രികൾ ആരംഭിക്കുകയും അവർ വ്യാവസായികം നടക്കുന്ന രാജ്യത്ത് വന്നവരാണ്. ഇവിടുത്തെ സ്ത്രീ ശാക്തീകരണം ലക്ഷ്യം വെച്ചുകൊണ്ട് അവരെ പഠിക്കും. സ്വാഭാവികമായിട്ടും അവർ എൻലൈറ്റഡ്. അവിടെയാണ് നമ്മുടെ പിന്നക്കാട് സാർ പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് ചരിത്രം അവഹേളിക്കപ്പെടുന്നത്, ചരിത്രത്തിന്റെ വേരുകളിൽ പോയി കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഞങ്ങൾ തമ്മിൽ ഈ ഒരു ഏലിയനേഷൻ ഉണ്ടായിരുന്നത് കണ്ടുപിടിച്ച് കഴിഞ്ഞ് ജനം ഫൈറ്റ് ചെയ്യും. അത് ഫൈറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ചരിത്രം മാറ്റി എഴുതുന്നതും ചരിത്രത്തെ വക്രീകരിക്കുന്നതും ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയമല്ല. ഐ അഗ്രി വിത്ത് യു 100%. ഇനി മറ്റൊന്ന് റെസിഡന്റുമാരുടെ സമീപനം സപ്പോർട്ടുണ്ട്, കൃഷിമാരുടെ സപ്പോർട്ടുണ്ട്. നിങ്ങളൊരു മൾട്ടിപ്പിൾ ഫാക്ടേഴ്സിന്റെ ഒരു പ്രോഡക്റ്റാണ് ഈ സംഭവം. ഈ സംഭവം രണ്ട് വിശ്വാസ പ്രമാണങ്ങളിൽ നിന്നുള്ള പോരാട്ടമായിരുന്നു. രണ്ട് ഡ്രസ് കോഡുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലായിരുന്നു. ഒന്ന് ഈ ജാതി സൃഷ്ടിച്ച കൽപ്പന ചെയ്ത അതിന്റെ ഉൽപ്പന്നമായിട്ടുള്ള ഒരു ഡ്രസ് കോഡും മറ്റൊന്ന് ബൈബിൾ പറയുന്ന ഡ്രസ് കോഡും തമ്മിലുള്ള ഏറ്റുമുട്ടലായിരുന്നു. ശരീരം മുറച്ചുകൊണ്ട് പള്ളികളിൽ പോകണമെന്ന ക്രിസ്ത്യൻ ഡ്രസ് കോഡും ജാതി സ്വത്വം വെളിപ്പെടുത്തുന്ന ജാതിവ്യവസ്ഥ അനുശാസിക്കുന്ന അലിഖിത നിയമവും തമ്മിലുള്ള ഒരു സംഘടനമായിരുന്നു ഈ പോരാട്ടം. തിരുവിതാംകൂർ സംസ്ഥാനത്തിലെ ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കെതിരെയുള്ള ഒരു പോരാട്ടമായിരുന്നു. യൂണിയൻ പോലെയുള്ള ഫ്യൂഡൽ കടപ്പാടുകളിൽ അധിഷ്ഠമായിരുന്ന ജന്മിത്വം കൃഷിമാർ ആരംഭിച്ച തുന്നൽ പണികളിൽ വെച്ചും അതിന് കനത്ത ആഘാതം ലഭിച്ചു. യൂണിയൻ ചെയ്യാൻ ക്രിസ്ത്യാനികളായ സ്ത്രീകളെ പുരുഷന്മാരെ ഇല്ലാതായിരുന്നു. മിഷണറിമാരുടെ സുവിശേഷ പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള ഒരു പോരാട്ടത്തിന്റെ ഭാഗമായിരുന്നു. മിഷണറിമാർ കേവലം സുവിശേഷ പ്രസംഗം മാത്രമല്ല, പ്രസംഗത്തെക്കാൾ സ്നേഹം, ദയ, നന്മ തുടങ്ങിയ ക്രിസ്തുവിന്റെ സൽഗുണങ്ങൾ അടിച്ചമർത്തപ്പെട്ട ജനതയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തു. പ്രസംഗമല്ല, അത് വളരെ കുറച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. ഞാനിതിൽ കുറെ റിസർച്ച് ചെയ്യുന്നുണ്ട്. UGC പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അവർ ലൈഫാണ്, അവർ സ്നേഹമാണ് കൊടുത്തത്, ദയാണ് കൊടുത്തത്. അല്ലെ, ഇന്നത്തെ പോലെ പ്രസംഗവും അടിയും ബഹളമൊന്നുമല്ല. ശരിക്കും ജീസസ് വാസ് മാനിഫെസ്റ്റ് ഇൻ ദെയർ ഫ്ലെഷ് എന്ന ബൈബിൾ വാക്യം പറയാൻ പറ്റും. അതിനുവേണ്ടി കൃഷ്ണൻ മരിക്കാൻ പോലും തയ്യാറായിരുന്നു. നാളിതുവരെ അനുഭവിക്കാൻ കഴിയാത്ത പുതുജീവിതം അനുഭവിച്ച ക്രിസ്ത്യാനികൾ ആ ജീവിതത്തിന് വേണ്ടി ജീവൻ വെച്ചു കൊടുക്കുവാൻ തയ്യാറായിരുന്നു. അതാണ് ഈ പോരാട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ പോരാട്ടത്തിന്റെ പങ്കാളികൾ ഒന്ന് കൊളോണിയൽ ഏജന്റുമാരായ റെസിഡന്റ്, ഗവർണർ ജനറൽ, സെക്രട്ടറി സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ. ഇവരെ സംബന്ധിച്ചിടത്തോളം കൊളോണിയൽ വ്യവസ്ഥ നിലനിർത്തുക, അതിനുവേണ്ടി മിഷണറിമാരെ ഉപയോഗിക്കുക. ബ്രിട്ടീഷ് അനുകൂല സമൂഹം വേണം, അതേസമയം നാട്ടുരാജാവുമായുള്ള ഉടമ്പടി നിലനിർത്തി സാമ്രാജ്യ വികസനം നടത്തണം. മറ്റു മിഷണറിമാർ ഇവർക്ക് എന്ത് വില കൊടുത്തും സുവിശേഷ പ്രവർത്തനം നടത്താം. അവരുടെ വിശ്വാസം അനുസരിച്ച് ജനങ്ങളെ സ്വർഗരാജ്യത്തിന്റെ അവകാശികളാക്കി തീർക്കണം. മൂന്നാമത്തെ എന്റെ വിലയിരുത്തൽ പറയുന്നാൽ ഇതിനകത്തുള്ള പങ്കാളികൾ എന്ന് പറയുന്ന നാടൻ സ്ത്രീകളാണ്. ഇവർക്ക് ലഭിച്ച പുതുജീവിതം നഷ്ടപ്പെടാതെ അവർക്ക് സൂക്ഷിക്കണം. മാന്യമായി നഗ്നത മറച്ച് പുറത്തിറങ്ങണം. സവർണർ അവരുടെ മേലാളത്വം നിലനിർത്തണം. ഹിന്ദു നാടാറുമാരുടെ സമീപനം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ വൈകുണ്ഠ സ്വാമി നേതൃത്വത്തിൽ ഇവർക്ക് ക്രിസ്ത്യൻ നാടാർ സമൂഹം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം വേണം. അതുകൊണ്ടാണ് അവർ ചേർന്നത്.
ഇവിടെ വിശ്വാസം കൊണ്ടല്ല, വിശ്വാസത്തിലൊന്നല്ല, ഇത് വേണമെന്നാണ്. തിരുവിതാംകൂർ രാജകുടുംബം ഇതിന് ദിവാനെ സംബന്ധിച്ചിടത്തോളം പത്മനാഭസ്വാമിയുടെ ദാസരെന്ന സ്ഥാനപ്പേരുള്ളവർക്ക് പരമ്പരാഗത വിശ്വാസം നിലനിർത്താം, ബ്രിട്ടീഷുകാരുമായുള്ള ബന്ധം തുടരണം, ക്രമസമാധാനം പരിപാലിക്കണം, അവിടെ നിലപാട് അതേസമയത്ത് തന്നെ ഫ്ലെക്സിബിളും ഡൈനാമിക്കുമായിരുന്നു. അല്ലെങ്കിൽ ഒരിക്കലും ഈ രാജ്യം എന്ത് ചെയ്തില്ല, വളരെ ഡൈനാമിക് ആൻഡ് ഫ്ലെക്സിബിൾ അഡാപ്റ്റ്. അതുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ സാധിച്ചത്. ഇനി യാഥാസ്ഥികരായ സവർണർ ഈ സമരം പരാജയപ്പെടാൻ വേണ്ടി സവർണർ പലയിടത്തും പൂജകൾ പോലും നടത്തി, പള്ളികൾ നശിപ്പിച്ചു, പലരെയും കൊല്ലുവാൻ അവർ ശ്രമിച്ചു. വാസ്തവത്തിൽ ഈ സമരത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിക്കേണ്ട കാര്യം മതവിശ്വാസത്തിനപ്പുറത്തുള്ള നാടാർ ജനതയുടെ ഒരു യോജിച്ചുള്ള പോരാട്ടമായിരുന്നു. നമ്മൾ ചരിത്രം പഠിക്കണമെന്ന് പറയുമ്പോൾ ഈ പറയുന്ന ആളുകൾ തന്നെ അവരുടെ നേതാക്കന്മാരായ മുത്തുക്കുട്ടിയും അല്ലെങ്കിൽ വൈകുണ്ഠസ്വാമിയും മറ്റു വർഷം ആൾക്കാരുടെ ഒരുമിച്ച് നിന്നതിന്റെ ഊർജം ആവേശം ഉൾക്കൊണ്ടാൽ നന്നായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ക്രിസ്തീയ ജീവിതം നൽകിയ പൊതുജീവിതം ലഭിച്ച ക്രിസ്ത്യാനികൾ അതിനുവേണ്ടി പോരാട്ടം നടത്തി. എന്നാൽ നമ്മൾ എന്താണ് കാണുന്നത്? നമ്മൾ പലപ്പോഴും പത്രത്തിലല്ല വായിക്കുന്നത്, അല്ലേ? പള്ളികളിൽ സുവിശേഷം പറയുന്നു. ഇതിന് കഴിഞ്ഞിട്ട് എന്താണ് കാണുന്നത്? എന്താണ് സുവിശേഷം പറഞ്ഞ എന്താണ് കാണുന്നത്? ആ സുവിശേഷത്തിന്റെ പ്രവൃത്തിയാണോ കാണുന്നത്? ഇതെല്ലാം അടുത്ത തലമുറയ്ക്ക് കൊടുക്കുന്ന മോശമായ മാതൃകളാണ്. അതേ സമയത്ത് നമ്മൾ ഈ കാലഘട്ടത്തിന്റെ മിഷനുമാരുടെ പ്രവർത്തനങ്ങളുടെയും ക്രിസ്ത്യൻ നാടായ സമൂഹത്തിന്റെ പ്രവർത്തനം കണ്ടു കഴിഞ്ഞാൽ അവരെല്ലാം ഒറ്റക്കെട്ടായിരുന്നു. ലോകത്തിലെ ഒരു ശക്തിക്കും അവരുടെ സ്നേഹത്തിൽ വേർപെടുത്തുവാൻ കഴിഞ്ഞിട്ടില്ല. ഒറ്റക്കെട്ടായിരുന്നു. ആ ഒരു സ്നേഹത്തിലേക്ക് വരണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ ഞാൻ അവതരിപ്പിക്കുന്നു. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ യു ഹാവ് ബെറ്റർ നോളജ് ബിക്കോസ് നിങ്ങളെ ഡോക്ടർ ജോനൊക്കെ എൻ്റെ ഫ്രണ്ടാണ്. ഇവരൊക്കെ ശരിക്കും ചരിത്രത്തിന്റെ ഓരോ വരികളും വായിക്കുന്ന ആളുകളാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു ഹിയർ ഇറ്റ്. നിങ്ങൾക്ക് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കാം. ഒരു ഓരോ വിഷയം സംബന്ധിച്ച് ഹിസ്റ്ററിയെ സംബന്ധിച്ചിടത്തോളം മൾട്ടിപ്പിൾ വോയിസസ് ഉണ്ടാവും, മൾട്ടിപ്പിൾ ഒപ്പീനിയൻസ് ഉണ്ടാവും. ഇത് എൻ്റെ വോയിസാണ്, എൻ്റെ ഇന്റർപ്രിട്ടേഷൻ പറഞ്ഞത്. നിങ്ങൾ പറയുന്ന ഇന്റർപ്രിട്ടേഷൻ ശരിയായിരിക്കും. അതാണ് ചരിത്രത്തിന്റെ സ്വഭാവം. അതുകൊണ്ട് തന്നെയാണ് ഈ എന്താ പറയാ ചില പ്രത്യയശാസ്ത്രത്തിന്റെ ആളുകൾ അത് വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നു. സോ ഈ വിഷയത്തെ കുറിച്ച് അവതരിപ്പിക്കുവാനും അല്പം നിങ്ങളുമായിട്ട് എന്റെ ആശയങ്ങൾ പങ്കിടുവാനും ദിവസമുള്ള ഈ മഹാ അവസരത്തെ ഞാൻ ഏറ്റവും സന്തോഷത്തോടെ കാണുന്നു. സോ താങ്ക് യു സോ മച്ച്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.